യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 4 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു. അത്താഴത്തിനിടയിൽ അവൻ എഴുന്നേറ്റ് മേലങ്കി മാറ്റി ഒരു തൂവാല എടുത്ത് അരയിൽ കെട്ടി. അനന്തരം ഒരു താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാനും അരയിൽ ചുറ്റിയിരുന്ന തൂവാല കൊണ്ട് തുടയ്ക്കാനും തുടങ്ങി. ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുക വഴി ഈശോ എളിമയുടെ മാതൃക നമുക്ക് കാണിച്ചു തന്നു. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഈശോ ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിങ്ങളുടെ കർത്താവും ഗുരുവുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. പിന്നെ അവിടുന്ന് ഒരു പുതിയ കൽപ്പന നൽകുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 35-ാം വാക്യത്തിൽ ഈശോ ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. ഈശോ കാണിച്ചു തന്ന 2 മാതൃകകളാണ് പരസ്പര സ്നേഹവും എളിമയും. മറ്റുള്ളവരുടെ മുമ്പിൽ താഴ്ന്നു കൊടുക്കാനുള്ള മനസ്സ് നമുക്കുണ്ടെങ്കിൽ അവൻ നമ്മെ ഉയർത്തും. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഈശോ പറയുന്നു: തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. എളിമയോടുകൂടി അവിടുത്തെ സന്നിധിയിലായിരുന്നു കൊണ്ട് മറ്റുള്ളവരിലും ദൈവത്തെ കണ്ട് യേശു സ്വയം താഴ്ന്നതുപോലെ നമുക്കും സ്വയം താഴാൻ ശ്രമിക്കാം. അപ്പോൾ നമ്മിലുള്ള വിദ്വേഷവും അസൂയയും ഒക്കെ മാറി അവിടെ സ്നേഹം ഉദയം ചെയ്യും. അങ്ങനെ യേശുവിലായിരുന്നു കൊണ്ട് അവിടുന്ന് പരസ്പരം സ്നേഹിച്ചതുപോലെ നമുക്കും പരസ്പരം സ്നേഹിക്കാൻ ശ്രമിക്കാം.